നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ജെട്രി ദി മൻഹജ്. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഐറിഷ് ക്രിമിനൽ സംഘത്തലവൻ ജെറി ദി മൻഹജ് ഡബ്ലിൻ സെൻട്രലിലാണ് ഹച്ച് മത്സരിക്കുന്നത്. മീഹോൾ മാർട്ടിനും പങ്കെടുക്കും. ബ്രസൽസിന് പുറത്ത് നടക്കുന്ന അനൌപചാരിക യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മീഹോൾ മാർട്ടിനും. പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികൾ. പുതിയ വാടക നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം. ഡബ്ലിനിലെ ഗ്രേറ്റ് സൌത്ത് വാളിന്റെ ഒരു ഭാഗം അറ്റകുറ്റപ്പണികൾക്കായി ഭാഗികമായി അടച്ചിടും. കൌണ്ടി മീത്തിലെ ബെറ്റീസ് ടൌൺ ബീച്ചിലും വിഷച്ചെടിയുടെ സാന്നിധ്യം. ഇതേ തുടർന്ന് പൊതുജനങ്ങൾക്ക് മീത്ത് കൌണ്ടി കൌൺസിൽ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. T20 വേൾഡ് കപ്പിൽ വീണ്ടും തിരിച്ചടി നേരിട്ട അയർലൻഡ് ടീം രണ്ടാം മത്സരത്തിൽ ഓസ്ട്രേലിയയോട് തോറ്റു. ഓർത്തോപീഡിക് ശസ്ത്രക്രിയയ്ക്ക് വിധേയരായതിനു ശേഷം ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളോട് തിരികെ ക്ലിനിക്കുകളിലെത്താൻ HSEയുടെ നിർദ്ദേശം. കണക്കുകൾ പുറത്തുവിട്ട് സെൻട്രൽ ബാങ്ക്. അയർലൻഡിൽ മോർട്ട്ഗേജ് നിരക്കുകൾ ഏറ്റവും താഴ്ന്ന നിലയിൽ. സെൻട്രൽ ബാങ്ക് ഓഫ് അയർലൻഡാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. തൊഴിലാളികളെ കുറയ്ക്കും. ആഗോളതലത്തിൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാൻ ഡച്ച് ബ്രൂവർ ഹൈനെക്കൻ. അയർലൻഡിലെ 400ഓളം തൊഴിലാളികളും പ്രതിസന്ധിയിലാകും. അയർലൻഡിലെ ഭവന പ്രതിസന്ധി സ്ത്രീകളുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നുവെന്ന പഠന റിപ്പോർട്ട്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ മകൾ കിം ജു എയെ ഔദ്യോഗിക പിൻഗാമിയായി തിരഞ്ഞെടുത്തതായി റിപ്പോർട്ട്. ബംഗ്ലാദേശിൽ ഇന്ന് പൊതുതിരഞ്ഞെടുപ്പ് നടന്നു. അടുത്ത സർക്കാരിന്റെ ഭാഗമാകാൻ തനിക്ക് ആഗ്രഹമില്ലെന്ന് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ്. വിജയ് മല്യ ഇന്ത്യയിലേക്ക് തിരികെ വരികയാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ഹർജി പരിഗണിക്കുകയുള്ളൂ എന്ന് ബോംബെ ഹൈക്കോടതി. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് ഡിഫൻസ് അക്യൂസിഷൻ കൌൺസിൽ അനുമതി നൽകി. തൊഴിലാളി യൂണിയനുകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് കേരളത്തിൽ ജനജീവിതം സ്തംഭിപ്പിച്ചു. യാത്രക്കാർ കനത്ത ദുരിതത്തിലായി. ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിൽ കണ്ടെത്തിയ പൊരുത്തക്കേടുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഓഡിറ്റ് വകുപ്പും വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി. പരാജയപ്പെടുത്തി ശ്രീലങ്ക. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഒമാനെ 105 റൺസിന് പരാജയപ്പെടുത്തി ശ്രീലങ്ക. താപനില വർദ്ധിക്കുന്നു. സംസ്ഥാനത്ത് കടുത്ത ചൂട്. 3 ജില്ലകളിൽ 35 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. അയർലൻഡ് തണുപ്പിലേക്ക്. അയർലൻഡിൽ ഈ വാരം അന്തരീക്ഷ താപനില ഗണ്യമായി കുറയും. താപനില -4 ഡിഗ്രി വരെ താഴാൻ സാധ്യതയുണ്ടെന്ന് മെറ്റയറാൻ. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.